ഹായ് ചേട്ടാ. ഹായ്. എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മുരളീധരനാണ്. മുരളീധരൻ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇറ്റ്സ് ഓക്കെ ചോദ്യം. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീധനം കൊടുക്കുന്നത് സമൂഹത്തിന്റെ ഒരു സമ്മർദ്ദം കാരണം കൊണ്ടാണോ? ഈ സ്ത്രീധനത്തിന് അത്യാവശ്യമാണോ? അതായത് കെട്ടിച്ചു വിടുന്ന പെൺമക്കൾക്ക് സ്ത്രീധനം അത്യാവശ്യമാണോ? അല്ല, സമൂഹത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലല്ല. ഒരു പരിധി വരെ അച്ഛനമ്മമാർ ഞാൻ നോക്കിയിട്ട് സൊസൈറ്റിയിലായ ഒരു പൊങ്ങച്ചം കാണിക്കാൻ ഞാൻ പറയും. എന്നാൽ അതിന് വേറൊരു വശം കൂടെ പറയാം. അത് അവരുടെ മക്കളുടെ ഫ്യൂച്ചറിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കൂടിയിട്ടാണ് കാണേണ്ടത്. അത് വാങ്ങിക്കുന്ന ആളും അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പഠിക്കണം, കൊടുക്കുന്നവരും അറിയണം. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പെൺകുട്ടി ചെന്ന് കയറുന്ന വീട്ടിൽ അവരെ എടുത്തിട്ട് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വരാറുണ്ട്. ചിലപ്പോൾ ജീവൻ തന്നെ പോകാറുണ്ട്. തന്നെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഉം. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ത്രീധനം കൊടുക്കാം. സ്ത്രീധനം എന്നല്ല അതിന് പേരുണ്ട്. അവനവൻ്റെ മക്കളെ ആ ഒരു ചടങ്ങിലേക്ക് അനയിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കപ്പെടുമ്പോൾ ഒരു അച്ഛനമ്മയ്ക്കും തോന്നുന്ന സ്വപ്നങ്ങളാണ്. അത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അത് നാളേക്ക് അവർക്കൊരു കരുതലാണെന്നും കൂടി കൂട്ടണം. അത് വായിക്കുന്ന ആളും കരുതണം, കൊണ്ടുപോകുന്ന ആളും കരുതണം. കാരണം ഒരിക്കൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെൺകുട്ടി വീണ്ടും വീണ്ടും അച്ഛനമ്മേനെ ബുദ്ധിമുട്ടിക്കാൻ കടന്നു വരരുതെന്ന് ഞാൻ പറയും. അവനാൻ്റെ സ്വത്ത് അവനാൻ്റേതാണ്. എൻ്റെ അച്ഛൻ്റെ വേർപ്പാണെന്ന് തോന്നിക്കൊണ്ട് ആ പെൺകുട്ടി അത് കൂട്ടിപ്പിടിക്കണം. കാരണം വിട്ടുകൊടുക്കരുത്. ഇനി വിട്ടു കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ അതുണ്ട്, അതും പറയാം. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ അഭിപ്രായം മാത്രമായിട്ട് കൂട്ടിയാൽ മതി. ആ പെൺകുട്ടി കടന്നു ചെല്ലുന്ന വീട്ടിൽ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവിന് എന്തെങ്കിലും ഉം. ആക്സിഡന്റിൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ രക്ഷപ്പെടുത്തണം എന്നൊരു കടമ വരുമ്പോൾ ചിലപ്പോൾ അവനാൻ്റെ കയ്യിലുള്ള ചിലവാക്കുക എന്നുള്ളത് സ്വാഭാവികം. അതിൽ വലിയ തെറ്റൊന്നും ഞാൻ പറയില്ല. പക്ഷെ പിന്നെ സ്ത്രീധനം ഇല്ലാത്തത് കൊണ്ട് കല്യാണം കഴിക്കേണ്ടി വരുന്നുണ്ടോന്നോ അതോ ഇല്ലാത്തതുകൊണ്ട് ചെന്ന് കയറുന്ന വീട്ടിൽ എന്തെങ്കിലും കുറവുകളൊക്കെ. ഇല്ല, അത് ഞാൻ ചോദിക്കുന്നത് പെണ്ണ് കാണാൻ വരുമ്പോഴേ അവർ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാനാണ് ഒരു പെൺകുട്ടിനെ കാണാൻ ചെല്ലുന്ന കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടത് എനിക്ക് മുതൽ വേണം. ഞാൻ തുറന്ന് പറയണം. എനിക്ക് തരാൻ ഇഷ്ടമില്ലാതെ അവർ പറയുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് തിരിഞ്ഞു പോന്നോളൂ. അതല്ലാതെ പിന്നെ ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടോ അല്ലെങ്കിൽ നാളെ കിട്ടുന്നുള്ള മോഹം കൊണ്ടോ അല്ലെങ്കിൽ അതിബുദ്ധി കൊണ്ടോ ഒന്നും കഴിച്ചു പോകരുത്. കാരണം അങ്ങനെ ഒരു ബുദ്ധിയൊക്കെ വയ്ക്കുമ്പോഴാണ് നമുക്കത് കഴിച്ചതിൻ്റെ പിന്നാലെ ഞാനിത് ചോദിച്ചാൽ കിട്ടും എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഒരു ആണിനുണ്ടാവുക എന്ന് ഞാൻ പറയുള്ളൂ. അതിന് ആണുങ്ങളായാലും എല്ലാവരും തല്ലുകൂടാമെന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം അല്ല, അതിൻ്റെ കാരണം കൂടെ പറയാം. ചിലപ്പോൾ ഒരാൾ പെണ്ണാണെന്ന് ചെല്ലുമ്പോൾ ഒരു ഗൾഫാരൻ്റെ മോളായിരിക്കും കാണാൻ ചെല്ലുന്നത്. ഒരു ഗൾഫാരൻ്റെ വേർപ്പ് ഒരിക്കലും നാട്ടിൽ കാണാറില്ല. അവരുടെ മക്കളോ ഭാര്യ ഇതൊന്നും അറിയിക്കാറില്ല എന്നുള്ളതാണ് കാരണം ഞാനൊരു പ്രവാസിയായിരുന്നു. അതിൻ്റെ പേരിലും കൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് പൊങ്ങച്ചം കാണിച്ചു കൊണ്ടുവരുമ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ഗൾഫാരനാ, നാളെ എനിക്ക് കിട്ടും, ആവശ്യത്തിന് ഇവർ കിട്ടും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും തെറ്റാണെന്നേ ഞാൻ പറയും. കൊടുക്കുന്നത് സൂക്ഷിക്കാൻ പഠിക്കണം. പെൺമക്കളാണോ ആ പഠിക്കേണ്ടത്? പെൺകുട്ടി പഠിക്കണം. കൊണ്ടുപോകുന്നത് ആ. കാരണം അവൾ കൊണ്ടുപോകുന്നത് അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛൻ്റെ വേർപ്പാണ്. ഉം, ഉം. ആ അച്ഛൻ്റെ വേർപ്പിന് വിലയില്ലെങ്കിൽ ആ പെൺകുട്ടി പിന്നെ അതിനുള്ള വിലയും കെറ്റിക്കുമോ? ഇല്ല. സ്വർണ്ണയിലും പണയിലും വില കെറ്റിക്കുമോ? ഒരിക്കലും ഇല്ല. നാളെയും ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ തരും, എനിക്ക് എൻ്റെ അമ്മ തരും, ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാലും പോയില്ലേ. അപ്പൊ ശരി. അത് ഭർത്തൃമായിട്ടായിരിക്കും ഇപ്പുറത്തൊരു വളാക്കി കൊടുക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ പെൺകുട്ടികളെ ഒരു വളാക്കി എടുക്കുന്നുണ്ടോ? വീട്ടിൽ നിന്ന് എന്ത് ചോദിച്ചാലും കിട്ടും എന്നുള്ളത്? കിട്ടും, ഒരു പരിധി വരെ. അത് അവർ ചോദിച്ചാൽ കിട്ടും എന്നുള്ളത് വരുമ്പോൾ അച്ഛനമ്മയും കൊടുക്കേണ്ടി വരുന്ന സമ്മർദ്ദം വരുന്നത് എൻ്റെ മോൾക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ ആ ഒരു ചോദ്യം അവരുടെ ഉണ്ടാവാം. കൊടുത്തില്ലെങ്കിൽ അവിടെ അവിടെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഉണ്ടാവാം. അവർ ചിലപ്പോൾ എൻ്റെ മോൾ തിരിച്ചു പോകേണ്ടി വരുമോ, ഡിവോഴ്സ് ആവേണ്ടി വരുമോ, ആ ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഡിവോഴ്സ്